വളരെ പ്രിയപ്പെട്ട അൽഫ റസാഖ്. റസാഖിനെ ആയിരിക്കും നിങ്ങൾക്ക് പലർക്കും കുറച്ച് പരിചയക്കുറവ്. ഓഡിയോ കാസറ്റുകൾ കോഴിക്കോട് സ്റ്റുഡിയോകളില്ല, എറണാകുളത്ത് സ്റ്റുഡിയോകൾ തുടങ്ങാൻ ചിന്തിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങളൊക്കെ പോയി പാടിയിരുന്ന കാലത്ത് CAC ഉണ്ടായിരുന്നു, കലാഭവൻ ഉണ്ടായിരുന്നു, ശ്രീരാഗം ഉണ്ടായിരുന്നു, ആലാപ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ പോയി പാടിയതാണ്. ഇതൊക്കെ വരുന്ന ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുമ്പ് സൗണ്ട് സിസ്റ്റം വാടകയ്ക്കെടുത്ത് വീടുകളിൽ വെച്ച് റെക്കോർഡ് ചെയ്തിരുന്നു. അതായിരുന്നു തുടക്കം. ആ കാലഘട്ടത്തിൽ വളാഞ്ചേരി അൽഫ കാസറ്റ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ചെമ്മാട് ഒരു അൽഫ ഉണ്ടായിരുന്നു, ആ അൽഫയല്ല, അത് മുഹമ്മദ്, ചെമ്മാട് അൽഫ മുഹമ്മദ്. ഇത് റസാഖ്, ഞാനും ലീനേച്ചിയും കോട്ടോളി മോഹൻദാസും കുട്ടിയാമവും ചേർന്ന് പാടിയ ഒരു വർക്ക്. ഹരിദാസേട്ടൻ, പപ്പേട്ടൻ, ജോയേട്ടൻ, മരിച്ചുപോയ ഡ്രം ജോയേട്ടൻ, അസീസ്, ഔക്കോക, മജീദ്, ഇത്രയും പേരാണ് വായിച്ചത്. അതിൽ ആദ്യമായിട്ട് 82-ലാണ് ഞാൻ പറയുന്നത് കേട്ടോ, റെക്കോർഡിൽ നിന്ന് കാസറ്റിലേക്ക് മാറുന്ന കാലഘട്ടമാണ്. അന്ന് ആദ്യത്തെ ഒരു കാസറ്റ് എടുത്ത് സൗണ്ട് സിസ്റ്റം വെച്ച് റെക്കോർഡ് ചെയ്ത കാസറ്റ് മനോഹരമായിട്ട് വിറ്റ്, അതിൻ്റെ പേര് തങ്കക്കിനാവ് എന്നായിരുന്നു. ഞാനും കൂടെ അതിൽ സഹകരിച്ചു. അതിനുശേഷം കുറേ കാസറ്റുകൾ എടുത്തു. അപ്പോൾ കാസറ്റ് എന്നൊരു നമ്മൾ കേൾക്കാൻ തുടങ്ങിയ മാധ്യമത്തിൻ്റെ തുടക്കക്കാരിലൊരാളാണ് റസാഖിനൊരു വലിയ കൈയടി നിങ്ങൾ കൊടുക്കണം. ഇന്ന് നമ്മൾ ഈ തലമുറ അതൊന്നും ഓർക്കുന്നില്ല. നമ്മൾ കാസറ്റ് എവിടെ, അതെന്താ ഓർക്കേണ്ട കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. അന്നുള്ളത് അന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. പുറകോട്ട് ചിന്തിച്ചല്ലാതെ നമുക്കൊരു യാത്ര സാധ്യമല്ല. റസാഖിന് ഞാൻ ഒരുപാട്